ഹരി ഓം. ഒരു കൃഷ്ണസ്തുതിയോടെ നമുക്ക് തുടങ്ങാം. ഒരു തുളസീദളമാലയായി ഞാൻ ഒരു നിമിഷം കണ്ണാ നിന്റെ മാറിൽ ചാർത്തപ്പെട്ടാലതൻ സുകൃതമത്രേ, മറ്റെന്തു വേണമെനിക്കു പാരിൽ, മറ്റെന്തു വേണം എനിക്കു പാരിൽ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ശ്രീമദ് നാരായണീയം ദശകം 55 കാളിയമർദ്ദനം. വൃത്തം തോടകം. അധവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ, ദ്രുതമാരിധീരഗണീപതരും വിഷമാരുതശോഷിതപർണചയം. ഒരിക്കൽ കൂടി. അധവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ, ദ്രുതമാരിധീരഗണീപതരും വിഷമാരുതശോഷിതപർണചയം. അധ പിന്നെ, വാരിണി ജലത്തിൽ, ഘോരതരം ഫണിനം അതിഘോരനായ അസർപ്പത്തെ, പ്രതിവാരയിതും അവിടെ നിന്നും ഒഴിവാക്കാൻ, ക്രധധി ക്രധ പ്ലസ് ധി ക്രധധി മനസ്സിൽ ഉറപ്പിച്ച്, ഭഗവാൻ ഹേ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് ദ്രുതം വേഗത്തിൽ, ആരിത പ്രാപിച്ചു, തീരക തീരത്തുള്ള, നീപത്തരും കടമ്പു വൃക്ഷത്തെ, വിഷമാരുത വിഷക്കാറ്റിനാൽ, ശോഷിത ശോഷിച്ച വളർച്ച മുറ്റിയ മുരടിച്ച, പർണജയം ഇലകളോടെ. ശ്ലോകാർത്ഥം. ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് അനന്തരം ജലാന്തരത്തിൽ പാർക്കുന്ന ആ ഘോരസർപ്പത്തെ പുനരധിവസിപ്പിക്കാൻ മനസ്സിലുറപ്പിച്ച്, കളിന്തി നദീതീരത്ത് വിഷക്കാറ്റേറ്റ് ശോഷിച്ച ഇലകളോടെ നിൽക്കുന്ന കദംബവൃക്ഷത്തിനടുത്തേക്ക് വേഗത്തിൽ തന്നെ സമാഗതനായി. വിഷക്കാറ്റും വിഷജലവും ഏറ്റിട്ടും ഈ കദംബവൃക്ഷം ശോഷിച്ചതല്ലാതെ ക്ഷയിച്ചുപോയിരുന്നില്ല. പണ്ട് അമ്മ വിനിതയുടെ ദാസ്യം തീർക്കാൻ പോയ ഗരുഡൻ ദേവന്മാരെ പരാജയപ്പെടുത്തി അമൃതുമായി പോയപ്പോൾ ഈ കദംബവൃക്ഷത്തിൽ അല്പം വിശ്രമിച്ചിരുന്നുവത്രേ. ആ അമൃതസ്പർശമേറ്റതിനാൽ ആ കദംബവൃക്ഷം വിഷലിപ്തമായ ജലത്താണ് നിന്നിരുന്നതെങ്കിലും പൂർണ്ണമായി ക്ഷയിച്ചില്ല, ശോഷിച്ചതേയുള്ളൂ. ശ്ലോകം 2. അധിരുഹ്യ പദാംബുരുഹേണ ചദം നവപല്ലവതുല്യമനോജ്ഞരുചാ, ഹൃതവാരിണി ദൂരതരമ്യപദ പരിഘൂർണിതഘോരതരംഗഗണേ. ഒരിക്കൽ കൂടി. അധിരുഹ്യ പദാംബുരുഹേണ ചദം നവപല്ലവതുല്യമനോജ്ഞരുചാ, ഹൃതവാരിണി ദൂരതരമ്യപദ പരിഘൂർണിതഘോരതരംഗഗണേ. അതിരുഹ്യ അവരോഹണം ചെയ്തിട്ട്, ആ കദംബവൃക്ഷത്തിൽ കയറിയിട്ട്, പദാംബുരുഹേണ പാദങ്ങളാകുന്ന താമരപ്പൂക്കളാൽ, ച തം അതിൽ ആ വൃക്ഷത്തിൽ, നവപല്ലവതുല്യം ഇളം തളിരിന് സമാനമായ, മനോജ്ഞരുച മനോഹര കാന്തിയുള്ള ശോഭയാർന്ന, ഹൃതവാരിണി അഗാധ ജലത്തിലേക്ക്, ദൂരതരം വളരെ അകലേക്ക്, നബദ നിബദിച്ചു ചാടി വീണു, പരിഘൂർണിത ഇളകി മറയുന്ന, ഘോര തരംഗഗണേ ഘോരമായ
തിരമാലകളുള്ള. ശ്ലോകാർത്ഥം: ഇളം തളിരുപോലെ മനോജ്ഞമായ കാന്തി വഴിയുന്ന ആ പാതാരവിന്ദങ്ങളാൽ ആ കദംബു വൃക്ഷത്തിൽ കയറിയിട്ട് ഘോരങ്ങളായ തിരമാലകൾ കൊണ്ട് ഇളകി മറയുന്ന കാളിന്തിയിലെ അഗാധ ജലത്തിലേക്ക് ദൂരേക്കായി ശ്രീ ഭഗവാനെ അങ്ങ് കുതിച്ചു ചാടുകയും ചെയ്തു. ശ്ലോകം 3. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടിതി സ്ഫുടഘോഷവതി. ഒരിക്കൽ കൂടി. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാ പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഝടിതി സ്ഫുടഘോഷവതി. ഭുവനത്രയം ത്രിലോകങ്ങളുടെയും ഭാരഭൃതോ ഭാരത്തെ വഹിക്കുന്ന ഭവതോ അങ്ങ് ഭഗവാനായ ശ്രീകൃഷ്ണന്റെ ഗുരുഭാരം കനത്ത ഭാരം കൊണ്ട് വികമ്പി കമ്പിതമായ ഇളകിമറഞ്ഞ വിജൃംഭിജല വിജൃംഭിക്കുന്ന ജലത്തിൽ പൊങ്ങിവരുന്ന ജലത്തിൽ പരിമജ്ജയതി സ്മ നിമക്തയാക്കി മുക്കിക്കളഞ്ഞു ധനുശതകം 100 വിൽപ്പാട് ദൂരം 100 ദണ്ഡം ദൂരം തടിനി നദി കാളിന്തി നദി ജഡിധി പെട്ടെന്ന് സ്ഫുടഘോഷവതി അതി വലിയ ശബ്ദഘോഷവതിയായി. ശ്ലോകാർത്ഥം: ഈ ത്രിഭുവനങ്ങളുടെയെല്ലാം ഭാരം വഹിക്കുന്ന ഭഗവാന്റെ അമിതഭാരം കൊണ്ട് വലിയ ശബ്ദത്തോടെ ഇളകിപ്പൊങ്ങിയ ആ നദി 100 വിൽപ്പാട് ദൂരം തീരത്തെ മുക്കിക്കളഞ്ഞു. ശ്ലോകം 4. അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത പ്രമിതോദരവാരിനിനാദഭരൈ ഉദകാദുദഗാദുരഗാധിപതി ത്വദുപാന്തമശാന്തരുഷാന്തമന. ഒരിക്കൽ കൂടി. അധ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിതോദരവാരിനിനാദഭരൈ ഉദകാദുദഗാദുരഗാധിപതി ത്വദുപാന്തമശാന്തരുഷാന്തമന. അധ പിന്നെ, ദിക്ഷു എല്ലാ ദിക്കുകളിലും, വിദിക്ഷു എല്ലാ ദിക്കുകൾക്കിടയിലും, പരിക്ഷുഭിത അതിക്ഷുഭിതമായ, ഭ്രമിത ഇളകിമറഞ്ഞ, ഉദരവാരി വാരിയുടെ അതായത് ജലത്തിന്റെ ഉദരത്തിൽ അന്തർഭാഗത്ത്, നിനാദ ഭരൈ ശബ്ദഭാരത്താൽ, ഉദഗാദ് ഉദകത്തിൽ നിന്ന് ജലത്തിൽ നിന്ന്, ഉദഗാദ് ഉയർന്നു വന്നു പൊങ്ങി വന്നു, ഉരഗാധിപതി ഉരകങ്ങളുടെ പതി പന്നക ശ്രേഷ്ഠൻ അതായത് കാളിയൻ, ത്വത് ഉപാന്തം അങ്ങയുടെ അരികിലേക്ക്, അശാന്തരുഷ അശാന്തമായ വർദ്ധിച്ച കോപത്തോടെ, അന്തമന അന്തമായ മനസ്സോടെ, അജ്ഞാനിയായി. ശ്ലോകാർത്ഥം: പിന്നെ ആ കാളിയ സർപ്പം ക്ഷുഭിതമായ ജലാന്തർഭാഗത്തെ ദിക്കുകളിലും വിദിക്കുകളിലും ഉണ്ടായ അതിഘോര ശബ്ദം കേട്ട് അടക്കാനാകാത്ത രോഷത്തോടെ അന്ധത ബാധിച്ച മനസ്സുമായി ഭഗവാന്റെ സമീപത്തേക്ക് ജലത്തിൽ നിന്ന് പൊങ്ങി വന്നു. ശ്ലോകം 5. ഫണശൃംഗസഹസ്രവിനിസൃമര ജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരതഃ ഫണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. ഒരിക്കൽ കൂടി.
ഫണശൃംഗസഹസ്രവിനിസൃമര ജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരതഃ ഫണിനം സമലോകയഥാ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. ഫണശൃംഗസഹസ്ര 1000 ഫണങ്ങളുടെ അഗ്രത്തിൽ. വിനിസ്മൃമര വിനിസ്മൃതമായ, ചിതറുന്ന, പരക്കുന്ന. ജ്വലത ജ്വലിക്കുന്ന. അഗ്നികണ അഗ്നികണങ്ങൾ പോലെ, അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ. ഉഗ്ര വിഷാംബുധരം ഉഗ്ര വിഷസ്രവം ധരിച്ച്. പുരത മുന്നിൽ. ഫണിനം ആ സർപ്പത്തെ. സമലോകയഥ സമലോകനം ചെയ്തു, കണ്ടു. ബഹുശങ്കിണം അനേകം കൊടുമുടികളുള്ള. അഞ്ജന ശൈലം ഇവ അഞ്ജന പർവ്വതം പോലെ. ശ്ലോകാർത്ഥം: 1000 ഫണാഗ്രങ്ങളിൽ നിന്ന് ജ്വലിക്കുന്ന തീവ്ര തീപ്പൊരികൾ പോലെ ഉഗ്രമായ വിഷജലം തുപ്പുന്ന ആ കാളീയ സർപ്പത്തെ അനേകം കൊടുമുടികളുള്ള ഒരു അഞ്ജനപർവ്വതം പോലെ ശ്രീ ഭഗവാൻ മുന്നിൽ നോക്കിക്കണ്ടു. ശ്ലോകം 6. ജ്വലദാക്ഷിപരീക്ഷരദുഗ്രവിഷ ശ്വസനോഷ്മഭരഃ സമകാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ട അകോ. ഒരിക്കൽ കൂടി. ജ്വലദാക്ഷിപരീക്ഷരദുഗ്രവിഷ ശ്വസനോഷ്മഭരഃ സമകാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ട അകോ. ജ്വലദ് അക്ഷി ജ്വലിക്കുന്ന അക്ഷികളോടും. പരീക്ഷരത് നാലുപാടും പരക്കുന്ന. ഉഗ്രവിഷ ഉഗ്രമായ വിഷം. ശ്വസന ഊഷ്മ ശ്വാസവായുവിന്റെ ഊഷ്മാവിനാൽ, ചൂടിനാൽ. ഭര നിറഞ്ഞ. സമഹാഭുജഗ ആ മഹാസർപ്പം. പരിദശ്യ എല്ലായിടത്തും ദംശിച്ചിട്ട്. ഭവന്തം അനന്തബലം അനന്തമായ ബലമുള്ള ഭഗവാനെ. സമവേഷ്ടയത് ചുറ്റി വരിഞ്ഞു. അസ്ഫുട ചേഷ്ട അഹോ കഷ്ടം അങ്ങയുടെ ചലനങ്ങളെ വ്യക്തമാകാത്ത വണ്ണം, ബന്ധിപ്പിക്കുന്ന വണ്ണം. ശ്ലോകാർത്ഥം: പരിസരമാകെ പരക്കുന്ന അത്യുഗ്ര വിഷവായുവിന്റെ തീഷ്ണോഷ്മാവ് വമിക്കുന്ന ആ മഹാസർപ്പം കോപാഗ്നിയിൽ ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടി സർവശക്തനായ ഭഗവാനെ എമ്പാടും ദംശിച്ചിട്ട് ആ കണ്ണന്റെ ചലനശേഷി അസ്തമാകുന്ന വണ്ണം ചുറ്റി വരിഞ്ഞു. ശ്ലോകം 7. അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലഗധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതായ മുനാം പശുപാ. ഒരിക്കൽ കൂടി. അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലഗധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗതായ മുനാം പശുപാ. അവിലോക്യ വിലോക്യമായി, വിലോക്യമല്ലാഞ്ഞിട്ട്, കാണാൻ കഴിയാഞ്ഞിട്ട്. ഭവന്തം അങ്ങയെ, ഭഗവാനെ, ശ്രീകൃഷ്ണനെ. അഥ ആകുലിതേ പിന്നെ ദുഃഖിതരാകവേ. തടഗാമിനി തടാകതീരത്തുള്ള. ബാലക ധേനുഗണേ ഗോപബാലന്മാരും പശുക്കൂട്ടവും. വ്രജ ഗേഹതലേ അഭി അമ്പാടിയിലുള്ള ഗ്രഹങ്ങളിലും ഭവനങ്ങളിലും. അനിമിത്ത ശതം നൂറുകണക്കിന്
ദുർനിമിത്തങ്ങൾ സമുദിഷ്യ വ്യക്തമായി ദർശിച്ചിട്ട് ഗദാ യമുനാ നദീതീരത്തെ പ്രാപിച്ചു. പശുഭ ആ പശുഭന്മാർ ഗോപസമൂഹം. ശ്ലോകാർത്ഥം: പിന്നെ ശ്രീകൃഷ്ണനെ കാണാൻ കഴിയാതെ നദീതീരത്തുള്ള ഗോപബാലകരും പശുക്കളും അതീവ ദുഃഖിതരായി. അമ്പാടിയിലെ ഭവനങ്ങളിൽ ഈ സമയം അനേകം ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് പരിഭ്രാന്തരായ പശുപ സമൂഹം യമുനാ നദീതീരത്തെ പ്രാപിച്ചു. സംസാരമാകുന്ന കാളിന്ദി നദിയിൽ ഭഗവാനെ അഹങ്കാരമാകുന്ന കാളീയൻ ദംശിച്ചപ്പോൾ ഗോകുലത്തിൽ അതിഭയങ്കരങ്ങളായ ദുർലക്ഷണങ്ങൾ കണ്ടു. ശാസ്ത്രപ്രകാരം നോക്കുന്നവർക്ക് ആ വക ലക്ഷണങ്ങൾ ആസന്നമായ മഹാഭയത്തെ സൂചിപ്പിക്കുന്നതാകയാൽ പ്രജവാസികൾ തന്നെ വളരെ ഭയപ്പെട്ടു. ഭൂമിയിൽ ഭൂകമ്പം, ആകാശത്ത് കൊള്ളിമീൻ വീഴുക, സ്വദേഹത്ത് പുരുഷന്മാർക്ക് ഇടതുഭാഗം തുടിക്കുക തുടങ്ങിയ ഘോരലക്ഷണങ്ങൾ ഗോപന്മാർ കണ്ടു. ശ്രീകൃഷ്ണൻ ഇന്ന് ബലരാമനെ കൂട്ടാതെയാണ് കാലിമേയ്ക്കാൻ പോയിരിക്കുന്നതെന്നറിഞ്ഞ് ആ ഗോപാങ്കനമാർ ഏറെ ദുഃഖിച്ചു. അവരെല്ലാവരും യമുനാ തീരത്തേക്ക് കുതിച്ചു. തന്റെ അനുജനായ കൃഷ്ണന്റെ പരമാത്മസ്വരൂപം അറിയാവുന്ന ബലരാമൻ ഉള്ളുകൊണ്ട് ചിരിച്ചതേ ഉള്ളുവത്രേ. ഭഗവാൻ കൃഷ്ണൻ സഞ്ചരിച്ച വഴിയിൽ അങ്കുശം, ശംഖം, ചക്രം എന്നിവ പാദവിന്യാസങ്ങളായി അങ്കിതമായിരുന്നു പോലും. ആ പാദവിന്യാസം നോക്കിയാണ് ഗോപീഗോപന്മാർ യമുനാ തീരത്തെത്തിയത്. അടുത്തു വന്നപ്പോൾ അതിഘോരമായ ആ കാലസർപ്പം ഉണ്ണിയെ വരിഞ്ഞു മുറുക്കിയതായും ഗോപന്മാർ ആലസ്യത്തിൽ മയങ്ങി കിടക്കുന്നതും പശുക്കൾ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിലവിളിക്കുന്നതും കണ്ടു. ആ ഗോപന്മാർ മോഹിച്ച് ഭൂമിയിൽ വീണുപോയി. പിന്നെ എഴുന്നേറ്റ് കാളിന്ദി നദിയിലേക്ക് എടുത്തു ചാടാൻ ശ്രമിച്ച ആ ഗോപന്മാരെ ബലരാമൻ തടഞ്ഞു. ഗോപികൾ എന്നാൽ ഭഗവാനെ ഗോപനം ചെയ്യുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ്. അവർ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കണ്ണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു. ശ്ലോകം 8. അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഗാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദ് ഉദഗമ്യദകാസജുഷാ ഭവത. ഒരിക്കൽ കൂടി. അഖിലേഷു വിഭോ ഭവദീയദശാം അവലോക്യ ജിഗാസുഷു ജീവഭരം ഫണിബന്ധനമാശു വിമുച്യ ജവാദ് ഉദഗമ്യദകാസജുഷാ ഭവത. അഖിലേഷു എല്ലാവരും, വിഭോ ഹേ സർവശക്തനായ ഗുരുവായൂരപ്പ, ഭവദീയ അങ്ങയുടെ കണ്ണന്റെ, ദശാം അവസ്ഥയെ, അവലോക്യ കണ്ടിട്ട്, ജിഹാസുഷു ഉപേക്ഷിക്കാൻ, പരിത്യജിക്കാൻ, ജീവഭരം ജീവഭാരത്തെ ജീവനെ തന്നെ, ഫണിബന്ധനം സർപ്പരാജന്റെ ബന്ധനത്തെ, ആശുവിമുച്യ പെട്ടെന്ന് വേർപ്പെടുത്തിയിട്ട്, ജവാദ് വേഗത്തിൽ, ഉദഗമ്യത ഉദ്ഗതനായി പൊങ്ങി വന്നു, ഹാസജുഷ പുഞ്ചിരി തൂകിക്കൊണ്ട്, ഭവത അങ്ങയാൽ. ശ്ലോകാർത്ഥം: സർവശക്തനായ ഹേ ഗുരുവായൂരപ്പ, കണ്ണന്റെ അവസ്ഥ കണ്ട് ആർത്തരായി എല്ലാവരും ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ഫണിബന്ധനം വേർപ്പെടുത്തി
വേഗത്തിൽ തന്നെ മുകളിലോട്ട് പൊങ്ങി വന്നു. താനല്ലാതെ മറ്റൊരാശ്രയമില്ലാത്ത ആ വ്രജവാസികളുടെ ദുഃഖം കണ്ട ഭഗവാൻ അവർക്കുമേൽ കാരുണ്യം പൊഴിച്ച് ആ മനുഷ്യ നാടകം ഉപേക്ഷിച്ചു. പിന്നെ ഭഗവാൻ പ്രാണവായുവിനെ സ്വദേഹാന്തർഭാഗത്ത് ബലപ്പെടുത്തിയതോടെ ആ അഹങ്കാര സർപ്പത്തിന്റെ ദേഹം തകർന്ന് ബന്ധനം താനെ അഴിഞ്ഞു. അണിമാതി സിദ്ധികൾ സ്വാധീനമായ ഭഗവാൻ ഇതൊക്കെ എത്ര നിഷ്പ്രയാസം. കാളിയന്റെ മുഖം തോറുമുള്ള അനേക നേത്രങ്ങളെ തീവ്രഭയം ഗ്രസിച്ചു. ഭഗവാൻ അവന്റെ ഫടങ്ങളെ പിടിച്ചു താഴ്ത്തി. പിന്നെ ആ അഹങ്കാരിയുടെ ശിരസുകളിൽ കരയേറി നിന്ന് നർത്തനം തുടങ്ങുന്നു. ഈ ലാവണ്യ നൃത്തം അവരെ കാണിക്കാൻ തന്നെയാകണം ആ വ്രജവാസികളെ ഭഗവാൻ യമുന തടസ്സീമിനിയിലേക്ക് ആഗതരാക്കിയത്. ശ്ലോകം 9. അധിരുഹ്യ തതഃ ഫണിരാജഫണാൻ നനൃതേ ഭവതാം മൃദുപാദരുചാ കളശിഞ്ചിതനൂപുരമഞ്ജുമിളത് കരകങ്കണസങ്കുലസങ്വണിതം. ഒരിക്കൽ കൂടി. അധിരുഹ്യ തതഃ ഫണിരാജഫണാൻ നനൃതേ ഭവതാം മൃദുപാദരുചാ കളശിഞ്ചിതനൂപുരമഞ്ജുമിളത് കരകങ്കണസങ്കുലസങ്വണിതം. അതിരുഹ്യ ആരോഹണം ചെയ്തിട്ട് കയറി നിന്നിട്ട്, തഥ പിന്നെ, ഫണിരാജ ഫണാൻ സർപ്പരാജന്റെ ഫണങ്ങളിൽ, നനൃതേ നൃത്തം ചെയ്തു, ഭവത മൃദുപാതരുജ അങ്ങയുടെ മൃദുവായ പാദത്തിന്റെ കാന്തിയോടുകൂടി, കളശിഞ്ചിത കളകള ശബ്ദമാധുര്യത്തോടെ കിലുങ്ങുന്ന, നൂപുരം കാൽച്ചിലമ്പിന്റെ, മഞ്ജുമിളത് മനോജ്ഞനാദത്തോട് ചേർന്ന്, കരകങ്കണം കരങ്ങളിലെ വളകളുടെ കൈവളകളുടെ, സങ്കുലം കൂട്ടത്തിന്റെയും, സങ്കുണിതം സംകുണിതം കിണിത ശബ്ദം കിലുങ്ങുന്ന ശബ്ദം ഹൃദ്യമായ നാദത്തോടൊത്ത്. ശ്ലോകാർത്ഥം. പിന്നെ ആ ഫണിരാജന്റെ ഫണങ്ങൾക്ക് മുകളിലേറി അങ്ങ് ഭഗവാനെ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ മൃദുവായ പാദങ്ങളിലെ കാന്തിയാർന്ന കാൽ ചിലമ്പുകൾ കിലുങ്ങുന്ന ശബ്ദത്തിനോടൊത്ത് ആ മധുരസ്വരത്തെ കൈവളകളുടെ സംഗണിതനാദത്തോട് സമ്മിശ്രമാക്കിക്കൊണ്ട് കൈകാലുകൾ ഇളക്കി മനോഹരമായി നൃത്തം ചെയ്യുവാൻ തുടങ്ങി. നൃത്തം 2 വിധമാണത്രേ. ഒന്ന് ലാസ്യം, മറ്റേത് താണ്ഡവം. സ്ത്രീകൾ ചെയ്യുന്ന നൃത്തം ലാസ്യം, പുരുഷന്മാർ ചെയ്യുന്നത് താണ്ഡവം. ആ കാളിയ സർപ്പത്തിന്റെ ഫണത്തിന്മേലുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ താണ്ഡവം വളരെ മനോഹരവും വിചിത്രവുമായിരുന്നു. ആ താണ്ഡവത്താൽ കാളിയന്റെ കുടകൾ പോലെ വീതിയുള്ള പടങ്ങളാകെ മുറിവേൽക്കപ്പെട്ടു. ആ നൃത്തത്തിന്റെ ആഘാതം താങ്ങാനാകാതെ അവന്റെ മുഖങ്ങളിൽ കൂടി രക്തം അധികമായി വർഷിക്കാൻ തുടങ്ങി. അവയവങ്ങളാകെ തളർന്ന് അഹങ്കാരം കെട്ടടങ്ങി. പിന്നെ ശ്രീനാരായണനെ തന്നെ മനസ്സുകൊണ്ട് ധ്യാനിച്ച് ശരണം പ്രാപിച്ചു. മനസ്സുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചതറിഞ്ഞ് ശ്രീകൃഷ്ണൻ നർത്തനം നിർത്തി. അവന്റെ ഫണങ്ങളിൽ സുസ്മേരവദനായി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കണ്ട് അവന്റെ പത്നിമാർ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. ശ്ലോകം 10. ജഘൃഷു പശുഭാസ്തു തുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതിമാരുതഗേകപതി പരിപാഹി സമാം ത്വമദാന്തഗദാത്. ഒരിക്കൽ കൂടി. ജഘൃഷു പശുഭാസ്തു തുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ
त्वयि नृत्यति मारुतगेहपते परिपाहि स मां त्वमदान्दगदाद सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द ശ്രീഗുരുവായൂരപ്പ ശരണം. ജഹൃഷു പശുഭ, പശുപന്മാർ ആനന്ദിച്ചു. തുദുഷു മുനയോ, മുനിമാർ തുഷ്ടരായി സന്തോഷിതരായി. വവൃഷു കുസുമാനി, കുസുമങ്ങളെ പുഷ്പങ്ങളെ വർഷിച്ചു. സുരേന്ദ്രഗണ, ദേവശ്രേഷ്ഠന്മാരുടെ സമൂഹം. തുയി നൃത്യതി മാരുതഗേഹപദേ, വായുഗേഹാധിപ, ഹേ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് നൃത്തം ചെയ്യവേ. പരിപാഹി, പരിരക്ഷിക്കണമേ. സഹ്, അങ്ങനെയുള്ള ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ. മാം ത്വം അധാന്തഗതാത്, എന്നെ അങ്ങ് ശമിക്കാത്ത രോഗത്തിൽ നിന്ന്. ശ്ലോകാർത്ഥം. ഹേ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് ശ്രീകൃഷ്ണനായി നൃത്തമാടവേ. പശുപന്മാർ ആനന്ദിച്ചു, മുനിമാർ സന്തുഷ്ടരായി തീർന്നു. ദേവശ്രേഷ്ഠ സമൂഹം പുഷ്പവർഷം നടത്തി. അപ്രകാരമൊക്കെയുള്ള ഹേ ദേവ, ശാന്തമാകാതിരിക്കുന്ന ഈ രോഗത്തിൽ നിന്നെന്നെ രക്ഷിക്കണമേ ശ്രീ ഗുരുവായൂരപ്പ. മാരുതഗേഹപദേ പരിപാഹി സമാം ത്വം അധാന്തഗതാത്. മാരുതഗേഹപദേ പരിപാഹി സമാം ത്വം അധാന്തഗതാത്.